ഓക്കെ. മിടുമിടുക്കിയായ അമ്മമുയൽ. ഒരിക്കൽ ഒരിടത്ത് കൃഷ്ണപുരം എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു. കൃഷ്ണപുരത്തിന്റെ തെക്കേ അതിർത്തിയിൽ കൂടി രാധാനദി ഒഴുകിയിരുന്നു. നദീതീരത്ത് ഇഷ്ടം പോലെ ഇളം പുല്ലുകളുണ്ട്. നദീതീരത്തുള്ള കാട്ടിൽ മാൻ, മുയൽ, കടുവ, സിംഹം അങ്ങനെ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. ഈ കാട്ടിലാണ് സുന്ദരിയായ അമ്മുമുയൽ അവളുടെ അമ്മയുടെ കൂടെ കഴിഞ്ഞിരുന്നത്. അവൾക്ക് ആ കാട്ടിൽ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. മറ്റു മുയൽ കുഞ്ഞുങ്ങളെല്ലാം പൊത്തിലൊളിച്ച് കളിക്കുമ്പോൾ അമ്മുമുയൽ കാട്ടിലൂടെ കറങ്ങി നടന്നു. അങ്ങനെ ഒരു ദിവസം കറങ്ങി നടക്കുമ്പോൾ അവൾ ഒരു മാനിനെ കണ്ടുമുട്ടി. അമ്മുമുയൽ മാനിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നമസ്കാരം ചേട്ടാ, ചേട്ടൻ എന്ത് വേഗത്തിലാണ് ഓടുന്നത്? എന്നെയും ഇത്രയും വേഗത്തിൽ ഓടാൻ ചേട്ടൻ പഠിപ്പിക്കുമോ? ഇത്രയും വേഗത്തിൽ ഓടാൻ ആർക്കും കഴിയില്ല. മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കണമെന്ന് അമ്മുവിന്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ആദ്യമായിട്ടാണ് മാനിനെ ആരെങ്കിലും അഭിനന്ദിക്കുന്നത്. മാനിന് സന്തോഷമായി. അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ കൂട്ടുകാരായി. അമ്മ ചോദിച്ചു, ചേട്ടാ ചേട്ടാ, എന്നെയും ഇങ്ങനെ ഓടാൻ പഠിപ്പിക്കാമോ? മാൻ പറഞ്ഞു, അതിനെന്താ, പഠിപ്പിക്കാമല്ലോ. മാൻ അമ്മുവിനെ വേഗത്തിൽ ഓടാൻ പഠിപ്പിച്ചു. അങ്ങനെ വേഗത്തിൽ ഓടാൻ പഠിച്ച് മാനിനോട് യാത്ര പറഞ്ഞ് അമ്മുമുയൽ സ്വന്തം മാളത്തിലെത്തിയപ്പോൾ കൂട്ടുകാരൊക്കെ ചോദിച്ചു, നീ എവിടെ പോയതാ? നടന്നതെല്ലാം അമ്മ പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർ അവളെ കളിയാക്കി. അമ്മ പറഞ്ഞു, എല്ലാവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്. കൂട്ടുകാർ വീണ്ടും അവളെ കളിയാക്കി. അതൊന്നും കാര്യമാക്കാതെ അമ്മുമുയൽ അടുത്ത ദിവസവും യാത്രയായി. അങ്ങനെ ഇത്തവണ കണ്ടുമുട്ടിയത് ഒരു തവളയെ ആയിരുന്നു. തവള കുളത്തിലേക്ക് ചാടി ചാടി പോയിക്കൊണ്ടിരുന്നു. അമ്മുമുയൽ വിളിച്ചു പറഞ്ഞു, ഏയ് ചെങ്ങാതി. തവള കേട്ട ഭാവം പോലും കാണിച്ചില്ല. അമ്മു വീണ്ടും പറഞ്ഞു, നിങ്ങളെപ്പോലെ ഇത്രയും നല്ലൊരു അഭ്യാസിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ തവളയ്ക്ക് സന്തോഷമായി. തവള തന്റെ വീരകഥകൾ അമ്മുവിനോട് പറഞ്ഞു. പാമ്പുകളെ പറ്റിച്ചു രക്ഷപ്പെട്ട കഥ, മുങ്ങാങ്കുഴിയിട്ട് പോയത്, അങ്ങനെ ഒരുപാട്. അമ്മു എല്ലാം കേട്ടിരുന്നു. അവസാനം അമ്മു ചോദിച്ചു, എന്നെയും പഠിപ്പിക്കാമോ ഇതെല്ലാം? തവള സന്തോഷത്തോട് സമ്മതിച്ചു. മാളത്തിലേക്ക് പോകും മുമ്പ് അമ്മു അങ്ങനെ നല്ലൊരു ചാട്ടക്കാരിയായി മാറി. അങ്ങനെ ഓരോ ദിവസവും അമ്മു പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു വേടൻ ആ കാട്ടിലെത്തി. ഒരുപാട് മൃഗങ്ങൾ വേടന്റെ കയ്യിൽ പെട്ടു. ഒടുവിൽ അയാൾ അമ്മുവും കൂട്ടരും കളിക്കുന്ന സ്ഥലത്തും എത്തി. പാവം മുയലുകൾ പരക്കം പാഞ്ഞു. ഇത് കണ്ടു നിന്ന അമ്മു മുയലിനൊരു ഉപായം തോന്നി. അമ്മ മുയൽ വേടന്റെ മുൻപിൽ ഞൊണ്ടി ഞൊണ്ടി നടന്നു. വേടൻ വിചാരിച്ചു, ഓടാൻ വയ്യാത്ത ഒരു മുയലല്ലേ, ഇതിനെ പെട്ടെന്ന് പിടിക്കാലോന്ന്. വേടൻ അടുത്തെത്തിയതും അമ്മു കുതിച്ചു പാഞ്ഞു. വേടന് വാശിയായി. അയാൾ പിറകെ ഓടി. അമ്മുവും കുതിച്ചു പാഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ മാനിനെ പോലെ ഓടുന്ന അമ്മുവിനെ പിടിക്കാനുണ്ടോ? വേടന് പറ്റുന്നു. ഒടുവിൽ ഓടി ഓടി അമ്മു ഒരു വലിയ കുളത്തിന്റെ തീരത്തെത്തി. വേടന് സന്തോഷമായി. ഇനി അമ്മു മുയൽ ചാടില്ലല്ലോ. പക്ഷേ അമ്മ മുയൽ കുളത്തിലേക്കെടുത്തു ചാടി ആമ്പലിന്റെ മുകളിൽ കൂടി ചാടി ചാടി അപ്പുറത്തെത്തി. ഇതിനു പിന്നാലെ ചാടിയ വേടനോ കുളത്തിൽ വീണു. അമ്മുവിന്റെ കൂട്ടുകാരായ മീനുകൾ വേടനെ കടിച്ചു ശരിപ്പെടുത്തി. മീനുകളെ കടികൊണ്ട വേടനാവട്ടെ ജീവനും കൊണ്ടോടി. പിന്നീട് ഒരിക്കലും വേടൻ ആ വഴി വന്നിട്ടില്ല.
എല്ലാവരെയും രക്ഷിച്ച അമ്മ മുയലിനെ മുയലുകളുടെ നേതാവാക്കി. അമ്മ മുയൽ വീണ്ടും ഓരോന്ന് പഠിച്ചും മറ്റുള്ളവർക്ക് തനിക്കറിയാവുന്നത് പറഞ്ഞുകൊടുത്തും കാട്ടിലൊക്കെ ചുറ്റി നടന്നു. അങ്ങനെ കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ അമ്മു തന്റെ കൂട്ടുകാരാക്കി. കൂട്ടുകാരെ, അമ്മുവിനെ പോലെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു. ജീവിതത്തിൽ എന്നെങ്കിലും അതെല്ലാം ഉപകാരപ്പെടും. തീർച്ച. ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങുകയില്ലേ?